ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു റെസിപ്പി റെഡിയാക്കി എടുക്കാം. നല്ല റിച്ച് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെറുപഴം ഉണ്ടല്ലോ, മൈസൂർ പഴം എന്നൊക്കെ പറയും, ആരും ചെറുപഴം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ. ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാനുണ്ട്. അപ്പോൾ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ എടുക്കാൻ. ചില പഴം അറിയാമല്ലോ, ചെറിയൊരു കറയുടെ ചോയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം മധുരമുള്ളതും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം ഇതിനായിട്ട് എടുക്കാൻ. എന്നിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടൊന്നും അരച്ചെടുക്കരുത് കേട്ടോ, ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കാനായിട്ടുള്ള 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കണ്ടല്ലോ, പൊരി അവിലാണ്. അപ്പോൾ സാധാ അവിൽ എടുക്കരുത്, പൊരി അവിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിലും നമുക്കിത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ആ ഒരു ഗ്ലാസ്സിലേക്ക് 1 ഇഞ്ചോളം കനത്തിൽ പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉടച്ച് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് പൊരിയാവിൽ ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു സെയിം അളവിന് നമ്മൾ റെഡിയാക്കാനായിട്ട് എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസിൻ്റെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കുക. പഴം അവിലൊക്കെ ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ വരുന്ന രീതിയിൽ വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ, കടലയുണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, വറുത്ത കടലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബദാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ലെയറായിട്ട് തന്നെ പഴവും അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുള്ളത് വേണം. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ തന്നെ ഇത് കഴിക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലേവറിലല്ലേ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വാനില ഐസ്ക്രീം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുക. ഉണ്ടല്ലോ 2 ടേബിൾ സ്പൂണോളം വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കടല മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൊരി അവിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ജെംസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് ചെറീസൊക്കെ ഉണ്ടെങ്കിൽ മുകളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലുള്ള ഐറ്റംസിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, സ്ട്രോബെറി ഒക്കെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അടുത്ത ഗ്ലാസും കൂടെ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടെടുക്കുകയാണ്. സംഭവം അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്, നല്ല തണുത്ത പാൽ തന്നെ വേണം ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പഴവും വേണം ഇതിലേക്ക് എടുക്കാൻ. വേണ്ടല്ലോ, അടുത്ത ഗ്ലാസ്സും ഞാനിപ്പോൾ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് ബൂസ്റ്റ് ഉണ്ടല്ലോ, ബൂസ്റ്റൊക്കെ ചേർത്ത് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റൊക്കെ വാങ്ങിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഐസ്ക്രീം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീം പൊടിച്ച് മുകളിലായിട്ട് വരുമ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ 10 രൂപയുടെ ബോളൊക്കെ വാങ്ങാൻ കിട്ടില്ല, അതുപോലെ വാങ്ങിയിട്ടായാലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇനി പുറത്തൊന്നും പോയിട്ട് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.